ഹലോ ഗായ്സ്, മിസ്റ്റർ ഇലക്ട്രോക്സിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറച്ച് നാൾ മുന്നേ എങ്ങനെ ആർഡിനോ ഉപയോഗിച്ച് ഒരു LED ബ്ലിങ്ക് ചെയ്യിക്കുക എന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കോഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോഡിങ് എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, പിന്നെ അതെങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും എങ്ങനെയാണ് ഞാൻ എൻ്റെ കോഡിങ് ചെയ്തതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്കും അതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ മുന്നത്തെ വീഡിയോയിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കാണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ ഞാൻ ആർഡിനോ IDE എടുത്തിട്ടുണ്ട്. അപ്പോൾ ആർഡിനോ IDEയിൽ രണ്ട് ഇതാണ് വരുന്നത്. ഒന്ന് വോയിഡ് സെറ്റപ്പും ഒന്ന് വോയിഡ് ലൂപ്പും. വോയിഡ് സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആർഡിനോ റണ്ണാകുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് റണ്ണാവേണ്ട കോഡ്സ് മീൻസ് അത് വൺ ടൈമർ റണ്ണാവുള്ളൂ. അങ്ങനത്തെ കോഡ്സൊക്കെയാണ് വോയിഡ് സെറ്റപ്പിൽ ഇടാം. ബാക്കിയായിട്ടുള്ളത് വോയിഡ് ലൂപ്പാണ്. വോയിഡ് ലൂപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. മീൻസ് അവിടെ ഇരിക്കുന്ന കോഡൊക്കെ കഴിഞ്ഞു എന്ന് വയ്ക്കാം. അപ്പോൾ അത് ആദ്യം മുതൽ ഒന്നുകൂടി തുടങ്ങും. അതാണ് ഈ വോയിഡ് സെറ്റപ്പിൻ്റെയും വോയിഡ് ലൂപ്പിൻ്റെയും ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഒരു ആർഡിനോയിൽ ഇപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആർഡിനോയ്ക്ക് പറഞ്ഞു കൊടുക്കണം ഏത് പിന്നാണ് നമുക്ക് ഈ ആർഡിനോയിൽ LED ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ആ പിന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ നമ്മുടെ ആർഡിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടൈപ്പ് ഡാറ്റ ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡാറ്റ ടൈപ്സിൽ പെടുന്ന പറഞ്ഞാണ് ഇൻറ്റീജർ അല്ലെങ്കിൽ INT എന്നാണ് നമ്മൾ ആർഡിനോ IDEയിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡാറ്റ ടൈപ്പിൽ നമുക്ക് ഒരു പേര് കൊടുക്കാം. ആ പേര് കൊടുത്തിട്ട് നമുക്ക് ഈ പിന്നിൻ്റെ നമ്പർ അതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആർഡിനോയ്ക്ക് ഈ ഒരു വേരിയബിളിൻ്റെ ഉള്ളിൽ ഈ ഒരു നമ്പർ സ്റ്റോർ ആവും, ഈ പിൻ സ്റ്റോർ ആവും. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ഡാറ്റ ടൈപ്പ് ഒന്നുമല്ല, കുറേ ഡാറ്റ ടൈപ്സ് ഉണ്ട്. ഈ ഡാറ്റ ടൈപ്സിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം വരുന്നതായിരിക്കും വൈകാതെ തന്നെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇനി ഒരു വേരിയബിൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും സെറ്റപ്പിലല്ല ഉണ്ടാക്കുക, അതിൻ്റെ മേലെയാണ് ഉണ്ടാക്കുക. വോയിഡ് സെറ്റപ്പിൻ്റെ മേൽഭാഗത്താണ് ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ വോയിഡ് സെറ്റപ്പിൻ്റെ അവിടെ പിടിച്ചിട്ട് ഒന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മേലത്തെ ഭാഗം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് INT. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പേര് കൊടുത്തു. അപ്പോൾ ഞാൻ കൊടുത്തേക്കണ പേര് LED എന്നാണ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഈക്വൽ ടു കൊടുത്തിട്ട് 13 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 13 ആണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പിന്നെ LED കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതോടെ ഒരു നമ്മുടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഡിനോയ്ക്ക് പറഞ്ഞു കൊടുക്കണം ഈ ഒരു പിന്നെ ഔട്ട്പുട്ടായിട്ടാണോ ചെയ്യേണ്ടത് അതോ ഇൻപുട്ടായിട്ടാണോ ചെയ്യേണ്ടത്. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർഡിനോ അവിടേക്ക് ഒരു പവർ സപ്ലൈ കൊടുക്കും, ഏത് LED അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക്. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു LED ഉപകരണങ്ങൾ ഇങ്ങോട്ട് ഡാറ്റ തരും, ആർഡിനോയ്ക്ക് ഡാറ്റ കൊടുക്കും. അപ്പം ആർഡിനോയ്ക്ക് അത് റിസീവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ LED ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഔട്ട്പുട്ടായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് വോയിഡ് സെറ്റപ്പിലാണ്. അപ്പോൾ വോയിഡ് സെറ്റപ്പിൽ നമ്മൾ ഇപ്പോൾ പിൻ മോഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിൻ മോഡ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്, അതാണ് അതിൻ്റെ കീവേഡ്. അപ്പോൾ പിൻ മോഡിൻ്റെ സ്പെല്ലിങ് PIN പിന്നെ MODE, അതിൽ M മാത്രമാണ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനുള്ളിൽ നമ്മൾ നേരത്തെ ഒരു വേരിയബിൾ ഉണ്ടാക്കിയില്ലേ 13 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വേരിയബിൾ 13 എന്ന് പറയുന്നത് ആ ഒരു LED എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് LED എന്ന് ടൈപ്പ് ചെയ്യാം. അതിൻ്റെ ഒരു കോം ഇട്ട് കൊടുക്കാം. ഈ കോം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളത് ഔട്ട്പുട്ടാണോ ഇൻപുട്ടാണോ എന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ഔട്ട്പുട്ടായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. അതും ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററാണ് ടൈപ്പ് ചെയ്യേണ്ടത്, സ്മോൾ ലെറ്റർ ഒന്നുമില്ല, അത് ഫുള്ള് ക്യാപിറ്റലാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിൻ്റെ അപ്പുറത്തായിട്ട് നമ്മളൊരു സെമിക്കോളൻ ഇട്ട് കൊടുക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെയാണ് ആർഡിനോയിൽ ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. ഈ സെമിക്കോളനാണ് ആർഡിനോയിലത്തെ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നിങ്ങൾ ഈ ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. അടുത്തായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് LED പറയണം ഈ ഓൺ ആവണോ ഓഫ് ആവണമെന്ന്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന കീവേഡാണ് ഡിജിറ്റൽ റൈറ്റ്. അപ്പോൾ ഡിജിറ്റൽ റൈറ്റിൻ്റെ സ്പെല്ലിങ് DIGATAL പിന്നെ റൈറ്റ് WRITE. അതിൽ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമ്മൾ W മാത്രം ക്യാപിറ്റലാണ്. പിന്നെ നമ്മളിത് എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റലായിട്ട് നമ്മൾ റൈറ്റ് ചെയ്യണം ആർഡിനോയിലേക്ക് ഇന്ന് LED ഓൺ ആവണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഡിജിറ്റൽ റൈറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടണം. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യം അടിക്കുക.
ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ വേരിയബിൾ ഇല്ലേ LED എന്ന് പറയുന്നത്, അതിൽ 13 എന്ന് പറഞ്ഞ സ്റ്റോർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ LED എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആർഡിനോയ്ക്ക് മനസ്സിലാവും ആ ഒരു ഇതിലേക്കാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ LED എന്ന് പഠിക്കാം. അപ്പോൾ LED എന്ന് അടിക്കട്ടെ. അപ്പോൾ LED എന്ന് പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോമ ഇടണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നാണ് എഴുതേണ്ടത്. ഹൈ എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ LED ഓൺ ആവുകയും ചെയ്യും, ലോ എന്ന് എഴുതി കഴിഞ്ഞാൽ LED ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ബ്ലിങ്കിങ് ഇതായതുകൊണ്ട് നമുക്ക് ആദ്യം ഹൈ ആക്കാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഹൈ എന്ന് ടൈപ്പ് ചെയ്യാം അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ലോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഹൈ എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഫുള്ള് ക്യാപിറ്റൽ ലെറ്ററാണ് ഹൈ എന്ന് അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടണം. അതൊരിക്കലും മറക്കരുത്. ഫുൾ സ്റ്റോപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഫുൾ സ്റ്റോപ്പ് ഇടണം, അത് മറക്കരുത്. ഫുൾ സ്റ്റോപ്പായിട്ട് നമ്മൾ സെമി കോളനാണ് ഉള്ളത് ആർഡിനോയിൽ. അപ്പോൾ അത് മറക്കാണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആർഡിനോ കോഡിൽ കുറേ എററും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഞാൻ ലോ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ LED ഓഫ് ആവുകയാണ് ചെയ്യുക. അപ്പോൾ ലോയും ഹൈയും അടിക്കുന്നതനുസരിച്ച് LEDയുടെ ഓണും ഓഫ് സ്റ്റേറ്റ് വരുന്നതായിരിക്കും. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ LED ഓണാക്കി. അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് LED ഓഫ് ആക്കണം. ബ്ലിങ്കിങ് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് LED ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു. നമ്മൾ ഇനീഷ്യൽ പൊസിഷനിൽ ഈ LED ഓഫായിട്ട് കിടക്കണമായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് വോയിഡ് സെറ്റപ്പിലൊന്ന് ഡിജിറ്റലായിട്ട് LED ലോ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനീഷ്യൽ പൊസിഷനിൽ ഓഫ് ആവാനുള്ള കോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ബ്ലിങ്കിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ LED ഓണാക്കി, ഇനി ഓഫ് ആക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നുകൂടി ഇവിടെ ഡിജിറ്റൽ റൈറ്റ് എന്ന് ഇട്ടിട്ട് നമ്മുടെ ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ് ഇടാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മുടെ LED എന്ന് പറഞ്ഞ വേരിയബിൾ ടൈപ്പ് ചെയ്യാണ്. LED ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ കോമ ഇടണം. കോമ ഇട്ട് കഴിഞ്ഞിട്ട് അതിൽ ഇനി LED ഓഫ് ആവാണ് വേണ്ടത് നമുക്ക്. അപ്പം ഞാനപ്പോൾ അവിടെ ലോ എന്ന് ടൈപ്പ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ആ ബ്രാക്കറ്റിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ നമ്മുടെ സെമിക്കോൾ ഇട്ട് കൊടുക്കുകയാണ്, നമ്മുടെ ആർഡിനോയിലത്തെ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ LED ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ ഇതിപ്പോൾ ഒരു ബ്ലിങ്കിങ് സ്റ്റേറ്റ്മെൻറ്റ് ആയപ്പോൾ ഇതിങ്ങനെ ലൂപ്പായിട്ട് റണ്ണാവും. അപ്പോൾ നമ്മളിപ്പോൾ ഓഫാക്കി, ആദ്യം ഓണാക്കി, അത് കഴിഞ്ഞിട്ട് ഓഫാക്കി, അതൊക്കെ ശരിയായി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആർഡിനോ നല്ല ഫാസ്റ്റിലാണ് റണ്ണാവുക. അതുകൊണ്ട് നമുക്ക് LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അപ്പം നമ്മൾ ആർഡിനോട് ഓണാക്കി കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറയണം. അപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് ഡിലേ. ഡിലേ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ നമ്മൾ ആർഡിനോ മൈക്രോ കൺട്രോളറോട് പറയണ അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. എന്നിട്ട് നമ്മൾ ഡിലേ എന്ന് സാധാ പോലെ ടൈപ്പ് ചെയ്യും, DELAY സ്പെല്ലിങ്, അത് ഫുള്ള് സ്മോൾ ലെറ്ററാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സമയം വെയിറ്റ് ചെയ്യേണ്ടതെന്നാണ് അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത്, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ. പിന്നെ ആർഡിനോയുടെ ടൈം സെക്കൻഡ്സിലല്ല, മില്ലി സെക്കൻഡ്സിലാണ്. അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1000 മില്ലി സെക്കൻഡാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 1000 മില്ലി സെക്കൻഡാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രാക്കറ്റിൻ്റെ അപ്പുറത്തായിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അതും ശരി. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഡിജിറ്റൽ റൈറ്റ് കഴിഞ്ഞിട്ടും ഒരു ഡിലേ വെച്ച് കൊടുക്കുകയാണ്, 1000 മില്ലി സെക്കൻഡ്, എന്നിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കോഡ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ കോഡിങ് പരിപാടി. അടുത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് മുന്നേ ജസ്റ്റ് ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം, വെരിഫൈ ചെയ്ത് നോക്കാം കറക്റ്റ് ആവണമെന്ന്. ഇവിടെ വെരിഫൈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു എറർ ഉണ്ട്, ഞാൻ എറർ നോക്കട്ടെ ഒന്ന്. അത് നമ്മൾ ജസ്റ്റ് ചെയ്യാം, നമുക്ക് ചെറിയൊരു എററാണ്. നമ്മുടെ വാരിയബിൾ കഴിഞ്ഞിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറക്കരുതെന്ന്. ഞാൻ ജസ്റ്റ് ഒരു സെമി കോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടിയും വെരിഫൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ വെരിഫൈയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റേക്സ് ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് മുന്നേ നമുക്ക് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചതുള്ളതാണ്. നിങ്ങളത് ആ ഒരു വീഡിയോയും കൂടി കണ്ടു നോക്കിയാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് മുന്നേ നമ്മൾ മറ്റേ പോർട്ടും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ പിന്നെ ടൂൾസിൽ പോയിട്ട് പോർട്ടും ബോർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആർഡിനോനോ അതൊക്കെ എടുക്കണമെന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ അപ്ലോഡ് ബട്ടൺ ഞെക്കിയിട്ടുണ്ട്. അപ്ലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കമ്പൈൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ അപ്ലോഡ് ആയിക്കോളും. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സർക്യൂട്ട് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്ലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും സർക്യൂട്ട് ഉണ്ടാക്കി തുടങ്ങാം.
അപ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു ബ്രെഡ് ബോർഡാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു LED ആണ്, ഒരു സാധാ LED. പിന്നെ ഒരു 220 ഓമിൻ്റെ റെസിസ്റ്റർ വേണം. പിന്നെ 2 ജമ്പർ വയറും കൂടി മതി. ഇത് കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ആർഡീനോയും. അതിൽ നമ്മൾ ആദ്യമേ തന്നെ ബ്രെഡ് ബോർഡ് എടുത്തിട്ട് അതിൽ LED പ്ലഗ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രെഡ് ബോർഡിൻ്റെ കാര്യമൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞുള്ളതാണ്, എങ്ങനെ വർക്ക് ആവണ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെ സർക്യൂട്ടൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സർക്യൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിവിടെ LED നെഗറ്റീവ് ലെഗ് ഒരു വയറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ റെസിസ്റ്റർ നമ്മുടെ പോസിറ്റീവ് ലെഗ് LED പോസിറ്റീവ് ലെഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ റെസിസ്റ്ററിൻ്റെ ഒപ്പം നമുക്ക് ഒരു വയറും കൂടി കണക്ട് ചെയ്യണം, നമ്മുടെ ആർഡീനോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആർഡീനോരെ ഷോർട്ട് ലെഗിൽ നിന്ന് എടുത്ത ആ ഒരു വയർ നമ്മൾ ഗ്രൗണ്ടിലേക്കാണ് കൊടുക്കാൻ പോണേ. നമ്മുടെ LED നെഗറ്റീവ് ആണത്. അപ്പോൾ നമ്മളത് ആർഡീനോരെ ഗ്രൗണ്ടിലേക്കും, പിന്നെ നമ്മൾ അപ്പുറത്തിരിക്കുന്ന മഞ്ഞ വയർ, അതാണ് ആ LED പോസിറ്റീവ്. അത് നമ്മൾ കോഡിങ് ചെയ്തതിൽ നമ്മൾ കൊടുത്ത ആ 13th പിന്നിലും കൂടി ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടാവുക. ഇതിപ്പോൾ 13th പിന്നിലാണ് ഞാൻ കൊടുക്കുന്നത് LED പോസിറ്റീവ്. അടുത്തത് നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ നോക്കിയാൽ മതി. പിന്നെ മറ്റേ നെഗറ്റീവ് ലെഗ് ഞാൻ ഗ്രൗണ്ടിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും LED ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതാ കണ്ടോ, LED ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോഡ് ചെയ്തതിൽ മിസ്റ്റേക്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കോഡ് ചെയ്ത പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഡിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഒന്നെങ്കിൽ സീരിയൽ മോണിറ്ററിൻ്റെയും അല്ലെങ്കിൽ ഡാറ്റ ടൈപ്സിനെ കുറിച്ചിട്ടായിരിക്കും അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി മിസ്റ്റർ ഇലക്ട്രോക്സ് കമ്മിങ് സൂൺ.